അതായത് ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അങ്ങ് അന്ധമായ പുത്രസ്നേഹം ദേവേന്ദ്രനെ അതായത് ഈ അന്ധമായ ഈ പുത്രസ്നേഹം ഈ ദേവേന്ദ്രനെ യാചക വേഷം കെട്ടിച്ച വേലൻ രാജാവിനേക്കാൾ രാജഭക്തിയോടെ ഔദ്യോഗികൃതം നിർവഹിച്ച 16 കൊല്ലമായി അക്കരക്ക് അവർ ഉത്സവം മുടങ്ങിയിട്ട് ഈ കണ്ട കാലം മാത്രം. അല്ല മിസ്റ്റർ രാമേന്ദ്രൻ, നീ എൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ശബ്ദം. അദ്ദേഹം കുറേ സിനിമകളിൽ വ്യത്യസ്തമായ കുറേ ഭാവങ്ങളിലൂടെയാണ് സിനിമകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി നമുക്കറിയാം. ഒരുപാട് സിനിമകളിൽ ഒരുപാട് ഭാവങ്ങളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറഞ്ഞ ചിത്രം, ജഗദീഷ് നായകനായ രഞ്ജിത്ത് പണിക്കർ സ്ക്രിപ്റ്റ് എഴുതിയ ഷാജി വിലാസിൻ്റെ ചിത്രം, അതിലെ അദ്ദേഹം നമ്പ്യാർ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തു. അപ്പോൾ ആ ഒരു കഥാപാത്രം വരുന്ന ഒരു സീൻ, അതിൽ ജഗദീഷ് ചേട്ടൻ ആദ്യമായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് മുഹമ്മദ്, വെൽ ഡൺ. വെൽ ഡൺ. രാജാവിനേക്കാൾ രാജഭക്തിയോടെ ഔദ്യോഗികൃതം നിർവഹിച്ച കീഴാഫീസർക്ക് താൻ ഔദാര്യം കൊടുക്കണ്ട. ഒരുപാട് സൈക്കിളും ചവിട്ടി പത്രം എറിഞ്ഞ് തെക്ക് വഴക്ക് നടന്നു നിന്നോട്. നിനക്ക് മന്ത്രിസഭ ഞാനാണ് പിടിച്ചു തന്നത്. അപ്പോൾ എന്നെ മറക്കാൻ പാടുണ്ടോ? മറക്കാൻ പാടുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സീനാണ്. അതിനുശേഷം നമ്മൾ അകലെയൊന്നും പോകണ്ട, 6-ാം നമ്പർ എന്ന ചിത്രം. അപ്പോൾ ഈ 2 ചിത്രങ്ങളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശബ്ദ വ്യത്യാസം. 6-ാം നമ്പറിൻ്റെ കൊളപ്പള്ളി അപ്പൻ അദ്ദേഹം ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ശബ്ദമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. 16 കൊല്ലമായി അക്കരക്ക് അവർ ഉത്സവം മുടങ്ങിയിട്ട് ഈ കണ്ട കാലം അത്രയും അപ്പൻ ഇടം കണ്ടു കണിമംഗലം ഗൗരവത്തിന് നാശം നെറ്റി വളർന്ന് ചോര വീണ പുഴക്കടവിലെ ഈ പുഴിമണ്ണ് വാരി കയ്യിലെടുത്ത് അപ്പൻ ഇടം കണ്ടു. കണിമംഗലം തകർക്കാൻ നിനക്കാവില്ല, അടിച്ചു കൊലളായി പട്ടിയുടെ മോനെ. ആ ഒരു സംഭവം. അപ്പം അങ്ങനെ വ്യത്യസ്തമായ രീതിയിലേക്കാണ് നരേന്ദ്രപ്രസാദ് സാർ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയാണെങ്കിൽ കുറേ ഉണ്ട്. പിന്നീട് നമ്മൾ ചെല്ലുന്നത് ജോസ് പ്രകാശ് എന്ന് പറഞ്ഞൊരു അതുല്യ നടനിലേക്കാണ്. ഒരു കാലത്ത് സ്ത്രീജനങ്ങളടക്കെ പേടി സ്വപ്നമായിട്ട് കണ്ടിരുന്ന ഒരു വലിയൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 80 കാലഘട്ടത്തിൽ ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രം, ആ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുന്ദരനായ വില്ല. അല്ല മിസ്റ്റർ രാമേന്ദ്രൻ, നീ എൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ നീ ആ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാൽ എനിക്കത് എടുക്കാമായിരുന്നു. അപ്പം നീ പറയില്ല അല്ലേ? അന്നേരം വെടിവെച്ച് കൊല്ലായിരുന്നു. എടാ, ഇനി എൻ്റെ ശൃംഖലികൾ ആരെങ്കിലും ഇമാതിരി പരിപാടി ചെയ്താൽ ഇതായിരിക്കും അനുഭവം. ഓർമ്മയിരിക്കട്ടെ. അടുത്ത വെടിയും പുള്ളി വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ തീപ്പെട്ടി ഇല്ലെങ്കിൽ അന്നേരം വെടിവെച്ച് കൊല്ലുന്ന ആളാണ്. എപ്പോഴും തോക്കെടുത്തിട്ടുണ്ട്. പിന്നീട് 80-85 വയസ്സൊക്കെ ആയ സമയത്ത് പ്രായാധികമായി ദേവാസുരം എന്ന ചിത്രത്തിലേക്ക് അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ വ്യത്യാസമുണ്ട്. ചെറുപ്പകാലം പ്രായം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിൽ ലാലേട്ടനായിട്ടുള്ളൊരു കോമ്പിനേഷൻ അതിൽ ജോസ് പ്രകാശ് സാർ പറയാണ്, അറിയാനുള്ള അവകാശം എനിക്കുണ്ട്, പക്ഷേ കുഞ്ഞിന് മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. കുഞ്ഞിനെ വെച്ചിട്ട് ആരാണെന്ന് എനിക്കറിയാം, പക്ഷേ അമ്മയത് ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ എഴുത്തച്ഛനെന്താ ചെയ്യേണ്ടത്? എല്ലാം കുഞ്ഞു തന്നെ തീരുമാനിക്കുക. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് വ്യത്യസ്തത കൊണ്ടുവന്നൊരു വലിയ നടനാണ്. ഒരു സമയത്ത് അല്ലെങ്കിൽ മലയാള സിനിമ അദ്ദേഹത്തെ അംഗീകരിക്കാതെ പോയൊരു സമയം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ഡയലോഗാണ് നരസിംഹത്തിലെ അന്ധമായ പുത്രസ്നേഹം ദേവേന്ദ്രനെ യാചകവേഷം കെട്ടിച്ച് സൂര്യപുത്രനായ കർണന്റെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. അർജുനനെ കർണൻ വധിക്കാതിരിക്കാൻ കർണന്റെ ശക്തി സ്രോതസ്സുകളായ കവചകുണ്ടലങ്ങൾ എറിഞ്ഞു വാങ്ങാൻ പോയ ദേവരാജാവിൻ്റെ കഥ അമ്മ പറഞ്ഞതൊന്നും ഓർമ്മയുണ്ടാവും. പോവോ? അപ്പം ഇതിൻ്റെ ഈ ഒരു ഡയലോഗിൻ്റെ
പൂർണ്ണരൂപം. ഒരുപക്ഷെ പല മിമിക്രി താരങ്ങളും പറയായിരിക്കും ഇനി ഞാൻ ആ മന്ത്രി എടുക്കില്ല അല്ലെങ്കിൽ ആ നേതാവിനെ എടുക്കില്ല എന്ന് പറയായിരിക്കും. ചിലപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ആയിരിക്കും ചിലപ്പോൾ പുനർജനിക്കുന്നത്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ഈ ഒരു ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? തിലകൻ സാറിന്റെ ഈ ഒരു ഡയലോഗ് ഉമ്മൻചാണ്ടി സാർ പറയാം. അതായത് ഈ അന്ധമായ ഈ പുത്രസ്നേഹം ഈ ദേവേന്ദ്രനെ യാചക വേഷം കെട്ടിച്ച ഈ സൂര്യ എന്നാ ഷാജി എന്നാ പറഞ്ഞ അതിൻ്റെ ഇടയില ചോദിക്കല്ലോ ഷാജി, ഞാൻ പ്രാർത്ഥനത്തെ കാര്യം ചോദിക്കുന്നു. ഞാൻ പ്രാർത്ഥന വരാമല്ലോ. ഭോജരാജാവായ ശ്രീകൃഷ്ണനെ എല്ലാം പോയി. ഷാജി അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചപ്പോഴാണ് എല്ലാം പോയത്. അപ്പം എന്തായാലും ഞാൻ ഇവിടെ വന്നല്ലോ. അപ്പോൾ വന്നപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. എനിക്കതിന് അപ്പുറത്തേക്കൊന്നും പറയാനില്ല കേട്ടോ. എല്ലാവരും സന്തോഷമായിരിക്കുക. നന്ദി, നമസ്കാരം. ഒരു ഭാഗത്ത് മധു നസീർ അല്ലെങ്കിൽ ജയൻ നസീർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭാഗത്ത് ഉമ്മൻചാണ്ടി സാറിനെങ്കിൽ മറുഭാഗത്താരുണ്ടാവും. അച്യുതാനന്ദ സഖാവാണ് ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് അന്ധമായ പുത്രസ്നേഹം ദേവേന്ദ്രനെ യാചക വേഷം കെട്ടിച്ച് സൂര്യപുത്രനായ കർണന്റെ മുൻപിൽ എത്തിച്ചിട്ടുണ്ട്. അർജുനനെ കർണൻ വധിക്കാതിരിക്കാൻ കർണന്റെ കവച കുണ്ടലങ്ങളായി എരന്നു പോകായ ഭോജരാജാവിന്റെ കഥ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. എന്തിനാ കൃഷിപ്പണി ചെയ്യുന്നത്? അതൊക്കെ അണികൾ ചെയ്യുമില്ലേ. ലാസ്റ്റ് നമുക്ക് ഈ ഡയലോഗ് വേണമെങ്കിൽ പറയാം, പോട്ടെ. നമുക്ക് എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലേക്ക് കടക്കാം. ആ ചിത്രത്തില് പൃഥ്വിരാജ് പറയുന്നൊരു ഡയലോഗ്, ഈ പുഴയുടെ കര പിടിച്ചു നടന്നാൽ. അത് നമ്മുടെ പിണറായി സഖാവ് ജനലക്ഷങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാം. പിണറായി സഖാവിന്റെ ശബ്ദം എടുക്കുമ്പോൾ ഒരാളും സംസാരിക്കാനോ ചിരിക്കാനോ പാടില്ല. ഓക്കെ. അതായത് ഈ പുഴയുടെ കരപിടിച്ച് നടന്നാല് അങ്ങ് എഴുമാറ്റൂരാണ്. അതൊക്കെ കഥ വേറെ. ഈ കരപിടിച്ച് നടന്ന് അങ്ങ് അറ്റത്തുന്നതുവരെ നിങ്ങളെന്ത് ചെയ്യും? അത് കഴിഞ്ഞ് തോണിയില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? അപ്പോൾ അത്തരം കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കേണ്ടത്. ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടലാണ്. ആ അറബിക്കടല് ആർക്കുള്ളതാണ്? മൊയ്തീൻ പറഞ്ഞിട്ടുണ്ട് കാച്ചരമാരൊക്കെയുള്ളതാണ്. പക്ഷേ കളി മാറി. അത് ശരിക്ക് പിണറായി വിജയനുള്ളതാണ്. കാച്ചരമാല പിണറായി വിജയനുള്ളതാണ്. വാക്കാണല്ലോ ഏറ്റവും വലിയ സത്യം എന്ന് മൊയ്തീൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. അപ്പങ്ങളെമ്പാടവും വെറ്റു അമ്മായി അപ്പങ്ങൾ വിട്ടോട്ടെ. പക്ഷേ ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. ഞങ്ങൾ അപ്പം വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങളതുകൊണ്ട് വ്യാകുലപ്പെടണ്ട. മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടോ? ചോദ്യം നിർത്തിക്കോ. മതി. ശരി. അങ്ങനെയാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിലും ഞങ്ങളതൊന്നും കണക്കാക്കിയിട്ടില്ല. ഞങ്ങൾ എന്നും മുമ്പോട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല. ശരി. ഇനി ചോദ്യങ്ങളില്ല കേട്ടോ. ഇനി ചോദ്യങ്ങളില്ല. തിരികെ പോണ്ട. ശരി. മൈക്കോപ്രേഫ് ഞാനൊന്നും പറയുന്നില്ല തൽക്കാലം. ശരി.